ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ജ്യോതി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 ഉടമ്പടി എടുത്തു. ഞാൻ മോന് വേണ്ടി ഫസ്റ്റ് നിയോഗം വെച്ചു. അവൻ ഇന്ത്യൻ ആർമിയിൽ വളരെ ആഗ്രഹമായിരുന്നു, അവൻ ഇന്ത്യൻ ആർമി ജോലി ലഭിക്കണമെന്ന്. അങ്ങനെ ആ ഫസ്റ്റ് നിയോഗം അതാണ് വെച്ചത്. അപ്പം ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്ക് അവന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അവനും എടുത്തു. അപ്പം ആറ്റിങ്ങൽ മേജർ രവി സാറിൻ്റെ അക്കാഡമിയിലാണ് മോന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. +1 +2 അതിനോടൊപ്പം പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ്റെ ഒരു മറ്റേ അവിടെ പഠിക്കുന്ന വലിയ ആൺകൊച്ചുങ്ങൾ പറഞ്ഞു, മോൻ്റെ കാലിൻ്റെ ഫ്ലാറ്റ് കാലാണ്, അത് ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ അത് വിഷയമാകും മോനെ, ലാസ്റ്റ് ചെല്ലുമ്പോൾ അത് വിഷയം. ഇപ്പോഴേ മോനിത് കാണിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നല്ല പ്രൊഫഷണലായൊരു ഡോക്ടറെ പോയി കാണാനും ഡോക്ടറെ അടുത്ത് കാര്യം പറഞ്ഞു. ഒരു ക്രിസ്ത്യൻ ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങൾ വളരെ ദൂരം താണ്ടിയാണ് ആ ഡോക്ടറെ കാണാൻ വന്ന. ദൈവം ആ ഡോക്ടറിലൂടെ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ അവിടെ പോയി ചെന്ന് ഡോക്ടറെ അടുത്ത് കണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ എൻ്റെ മോന് ഫ്ലാറ്റ് കാലാണ്, അവൻ ഇന്ത്യൻ ആർമിയിലാണ്, അവന് ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ കാലൊക്കെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഒരു രക്ഷയും കിട്ടത്തില്ല, നിങ്ങളിതിന് പോകണ്ട, നിങ്ങൾ വേറെ മോൻ കൊച്ചല്ലേ, അവൻ വേറെ ഏതെങ്കിലുമൊക്കെ എത്രയോ മാർഗ്ഗങ്ങളുണ്ട് പഠിക്കാൻ, അത് പോട്ട് അവൻ ഇതിന് പോകണ്ട, ഇത് കിട്ടത്തില്ല. അപ്പോൾ ഇവനങ്ങ് സങ്കടം. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇന്ത്യൻ ആർമിയിൽ കയറണമെന്നാണ് ഇവൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാനൊരു ദൈവത്തെ വിശ്വസിക്കുന്നൊരു മോളാണ്, ഡോക്ടർ ദൈവത്തിൻ്റെ മോനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം താണ്ടി ഡോക്ടറെ അടുത്ത് വന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു വഴി എൻ്റെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തരണം. ചെരുപ്പൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ ആർച്ചടിക്കുന്ന ചെരുപ്പിൻ്റെ കാര്യമൊക്കെ കൂട്ടുകാർ പറഞ്ഞു കൊടുത്തു ഡോക്ടറെ. അപ്പോൾ പറഞ്ഞു, അത് കൊച്ചിയിലാണ് അതൊക്കെ ചെയ്യാനുള്ളത്, അതിൻ്റെ സമയം കഴിഞ്ഞു പോയി, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി ചെയ്യാൻ പറ്റുന്നത് ഇവൻ വേറെ ഏതെങ്കിലും പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ടും ഞാൻ നിന്ന് എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞതാ ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു മണ്ട പോയ തെങ്ങിൻ്റെ സ്ഥാനത്ത് ഒരു മണ്ട വെച്ച് പിടിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതാണ് ഇവൻ്റെ അവസ്ഥ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് മറുപടി പറഞ്ഞു, ഡോക്ടറെ, മണ്ട പോയ തെങ്ങിൻ്റെ സ്ഥാനത്ത് ഒരു മണ്ട വെച്ച് പിടിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷേ എൻ്റെ ദൈവത്തിനെ കൊണ്ട് പറ്റും എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. അത്രയും ദൂരം താണ്ടി ഇവിടെ വന്നത് ഇതിനു വേണ്ടിയായിരുന്നു ഡോക്ടറെ. ഞാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് സമയമില്ലാത്തതുകൊണ്ട് പോയി ഓടിപ്പോ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് പറഞ്ഞു വിട്ടു. ഞാനങ്ങ് വെളിയിലിറങ്ങി നിന്നിട്ട് അപ്പോൾ എൻ്റെ മോന് സങ്കടം സഹിക്കാൻ വയ്യ, അവനങ്ങ് മുമ്പോട്ടങ്ങ് പോയി. ഞാൻ അവിടെ നിന്ന് ഒരു നിമിഷം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മോൻ പറയും, ഈ അമ്മ അവിടെ എന്തുവാ ചെയ്യുന്നത്? മോൻ പറയാണ്, ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, തമ്പുരാനെ, ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നാഥനാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ചൊരു ദൈവമാണ് എൻ്റെ ദൈവം, ആ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, മറ്റേ ഒന്നുമല്ല ഞാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അപ്പനെയാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അമ്മ മാതാവിന്, എൻ്റെ അപ്പന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു ദൈവത്തിന് എന്തെല്ലാം മായാജാലങ്ങൾ ചെയ്യാൻ കഴിവുള്ളൊരു ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. എൻ്റെ മോൻ ഇന്ത്യൻ ആർമിയിൽ ഓഫീസറാക്കി, എൻ്റെ മോനെയും കൊണ്ട് ഈ ഡോക്ടറെ അടുത്ത് എനിക്ക് ഇവിടെ വരണം, എൻ്റെ മോൻ്റെ ഈ ഐഡൻറ്റിറ്റി കാർഡ് എനിക്ക് കാണിക്കണം, എൻ്റെ മോൻ ഇന്ത്യൻ ആർമി ജോലി ലഭിച്ചു എന്നെനിക്ക് കാണിക്കണം, ദൈവം മണ്ടപോയ തെങ്ങിൻ്റെ സ്ഥാനം മണ്ട വെച്ച് പിടിപ്പിച്ചു എന്നെനിക്ക് തെളിയിക്കണം. എൻ്റെ ദൈവത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു. എനിക്ക് അത്ര സങ്കടമായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം വലിയവനാണ്. അങ്ങനെ അപ്പോൾ പിന്നെ ഈ എൻ്റെ മോൻ പോകുമ്പോഴെല്ലാം ഞാൻ ഈ ഉടമ്പടി തൈലം പൂശി, മോന് നെറ്റിയിൽ കുരിശും വരച്ചാണ് അവൻ രാവിലെ അവൻ ഓടാൻ പോകും. അവിടെ ട്രെയിനിങ് 6:45 ട്രെയിനിങ്ങിന് കയറിയാൽ 8 മണി കഴിഞ്ഞ് ഇറങ്ങിയാൽ നേരെ യൂണിഫോം ഇട്ട് അടുത്ത സ്കൂളിൽ വരണം, +1 +2. ആ സാറന്മാർക്കൊക്കെ ഭയങ്കര ഒരു അഭിമാനം അവനെക്കുറിച്ച്. കാര്യം ഇത്രയും കഷ്ടപ്പാടുന്നല്ലോ, 5:30-4:30 എണീറ്റ് ഇതത്രയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി ദൈവത്തിൻ്റെ അനുഗ്രഹമെന്നേ പറയാൻ പറ്റും. അവന് ട്രെയിനിങ്ങിന് പോയ സമയത്തും എനിക്ക് ഉടമ്പടി എടുത്തു, അവന് ഉടമ്പടി എടുത്തു. അപ്പോൾ പിന്നെ ട്രെയിനിങ്ങിൽ ഈ ഓട്ടത്തിന് ഉണ്ട്, പിന്നെ മെഡിക്കലുണ്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ ചുട്ടി ഞാൻ ഒരു ജെട്ടിയിൽ വെച്ച് തച്ച് കൊടുത്തു. കുറേ ഓടിയാൽ കളഞ്ഞു പോകും അമ്മ, എനിക്ക് പോയാൽ എനിക്ക് അമ്മ എൻ്റെ ചുട്ടി പോകരുത്. ഞാൻ പറയില്ല, ഒക്കെ ഞാൻ തച്ച് വയ്ക്കാം. പിന്നെ എൻ്റെ ചുട്ടി വേറൊരു ജെട്ടിയിൽ ഞാൻ തച്ച് വെച്ചു, അവനെ മെഡിക്കലിന് പോകുമ്പോൾ ഇടാനായിട്ട്. എൻ്റെ കൊച്ച് എനിക്ക് ഇവിടുന്ന് ട്രെയിനിങ്ങിന് പിന്നെ ഈ ട്രെയിനിങ്ങിന് പോയ സമയത്ത് എൻ്റെ കൊച്ചിന് ശ്വാസം കിട്ടുന്നില്ല. അമ്മാതിരിയാണ് മുതുകത്ത് 2-3 ദിവസത്തെ ട്രെയിനിങ് ഇതുണ്ട്, ഈ ഓട്ടവും ചാട്ടവും പിന്നെ മെഡിക്കലും എല്ലാം കഴിഞ്ഞ് അപ്പോൾ അതിനുള്ള സെറ്റപ്പോട് ഇടണം പോകാൻ കുറേ കൂട്ടുകാരുണ്ട്. ഞാനും കൂടെയാണ് മോൻ്റെ കൂടെ പോയ ബസ് സ്റ്റോപ്പിൽ പോയത്. അപ്പോൾ എൻ്റെ കൊച്ചിന് മുതുകത്ത് ചുമക്കാൻ പോയി, അമ്മാതിരി ശ്വാസം വിട്ട്. ഞാൻ 2 കവറിലാക്കി പറഞ്ഞ് ഇങ്ങനെ വെച്ചോ, മക്കൾ തൽക്കാലം പോവുക, ദൈവം തമ്പുരാൻ തരുമ്പം തരും, കിട്ടിയില്ലെങ്കിൽ മോൻ വിഷമിക്കേണ്ട, ദൈവത്തിന് ഹിതം
വലുതല്ല എന്ന് സമാധാനപ്പെടി എല്ലാം കാണാമല്ലോ മോന് എന്ന് പറഞ്ഞ്, ഇല്ലേ അമ്മ ഞാൻ പോകും അമ്മ, എത്ര വേഗം ഞാൻ പോകും, എൻ്റെ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോകും. അങ്ങനെ എൻ്റെ കൊച്ചു പോയി. അവിടെ ചെന്നിട്ട് ട്രെയിനിങ്ങിന് അപ്പോൾ ഇതിന് NCC ഉണ്ട് ഈ സ്കൂളിൽ, മറ്റേ ഗവൺമെൻറ് സ്കൂളിൽ അവന് NCC കിട്ടിയില്ല. ഇപ്പോൾ ചേർന്ന സ്കൂളിൽ NCC കിട്ടി. അപ്പോൾ ഇവന് അവിടെ ചെന്ന് ഓടിയ സമയത്ത് ഇവന് ഫസ്റ്റ് ഓട്ടം 3 റൗണ്ടാണ്. 1 റൗണ്ട് ഓടിയപ്പോൾ ഇവനങ്ങ് തളർന്ന്, ഇവന് ശ്വാസം കിട്ടുന്നില്ല. 2ാമത്തെ റൗണ്ട് അവൻ ഓടി വന്നപ്പോൾ അവന് പലതും അവന് തല കറങ്ങുന്നത്, ശരീരം കറങ്ങുന്നത്. പക്ഷേ അവന് പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ കാണുന്നത് അമ്മ പ്രാർത്ഥിക്കുന്നു, പെങ്ങൾ പ്രാർത്ഥിക്കുന്നു, പപ്പ പ്രാർത്ഥിക്കുന്നു, വിശ്വാസ പ്രമാണം കയറി വരുന്നു. അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വിശ്വാസപ്രാണം കയറി ഓടടാ മോനെ എന്ന് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ട് അമ്മ എങ്ങനെ ശക്തി വന്നോന്നോ എങ്ങനെ വന്നോന്ന് എനിക്കറിയത്തില്ല. അവൻ അമ്മ ഇത് പറയണം, എന്നെ കൊണ്ട് ഇതൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ തന്നെ ഇതൊക്കെ പറയണമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് വാക്കുകൾ കിട്ടത്തില്ല അമ്മ തന്നെ കുറേ കാര്യങ്ങളങ്ങ് പറയണം. അപ്പോൾ എൻ്റെ കൊച്ച് യാന്ത്രികമെന്ന് പറയാം, എക്സലൻറ്റിൽ കയറാനുള്ള കൊച്ച്. അപ്പോൾ എക്സലൻറ്റിൽ ഓടി എത്തുമെന്നായപ്പോഴത്തേക്ക് അവൻ ഗുഡിലായിപ്പോയി. ഫസ്റ്റ് ചെന്ന് ഗുഡിൽ കയറുന്നത് അവനാണ്. അപ്പോഴേ ആ ഗുഡിലെങ്കിലും ഓടി കയറി അവനങ്ങ് കയറി. അപ്പം പിന്നെ അതിൽ മെഡിക്കലുണ്ട്. ആ മെഡിക്കലിന് പോയി. അവന് മെഡിക്കലിന് ചെന്ന് ഈ മറ്റേ ജട്ടി ഇട്ടുകൊണ്ടാണ് പോയി, ആ ചുട്ടി അത് ഇരിക്കുമല്ലോ. ആ മെഡിക്കലിന് പോയി കൊച്ചിങ്ങനെ കാല് ബാക്ക് വെച്ച് ഇങ്ങനെ കാല് വളച്ചാണെങ്കിൽ കാലിങ്ങനെ കോച്ചി പിടിക്കുന്ന കണക്കങ്ങ് അകത്തോട്ടങ്ങ് പിടിച്ച് ആർച്ച് കാണും അവർക്ക്. ഈ ആർച്ച് അങ്ങ് നല്ല രീതിയിലങ്ങ് കാണിച്ച് ആ ഡോക്ടർക്ക് മിടുക്കനമായി മുതുകു തട്ടി അവനെ സെലക്റ്റഡ് ആക്കി. അപ്പോൾ എനിക്ക് ഈ കൊച്ച് പോയി കിട്ടിയോ ഇല്ലയോ, കൊച്ചിന് വയ്യ, അങ്ങനെ ടെൻഷൻ അടിച്ചാൽ മീൻ കണ്ടിച്ചോണ്ടിരിക്കുക. ഞാൻ പറയാം എൻ്റെ കൊച്ചിന് എന്തരായെന്നൊന്നും അറിയാൻ വയ്യല്ല ദൈവമേ എന്ന് ദൈവത്തിന് ഞാൻ ചുമ്മാ നിൽക്കുമ്പോൾ കാര്യം പറയും. അപ്പനും അമ്മയോടും ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോഴാണ് കൊച്ച് വിളിക്കുന്ന, അമ്മ ഞാൻ വുഡിലാണ് ഓടിക്കയറിയത്. അപ്പം ഞാൻ പറഞ്ഞ മക്കളെ NCC ഉണ്ട്, മോന് കിട്ടും, ഓക്കെയാ, അത്രയും ഓടിക്കയറിയാൽ അത് തന്നെ ധാരാളം, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൊച്ചിന് ഇതെല്ലാം ഓക്കെ ആയി, മെഡിക്കലും ഫിസിക്കലും എല്ലാം ഓക്കെ. പിന്നെ ലാസ്റ്റ് റിസൾട്ട് വരുന്ന സമയമുണ്ട്. അപ്പോൾ അമ്മ സന്തോഷിക്കാറായില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എല്ലാം ഓക്കെ ആയ ഒരു അണ്ണന് പിന്നെ ലാസ്റ്റ് പേര് ലിസ്റ്റിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറയാം, അമ്മ മാതാവേ എൻ്റെ മോൻ ഇങ്ങനെ ജോലിക്ക് പോകണമെന്നോ ഇങ്ങനെ ട്രെയിനിങ്ങിന് പോകണമെന്നോ ഇങ്ങനെ പരീക്ഷ എഴുതുന്നോ ഒന്നും ഒരു മനുഷ്യരുടെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്ന് പറയും, എൻ്റെ മോൻ പാസ്സായി, ജോലി കിട്ടി എന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് ഇവിടെ വന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് എൻ്റെ തിരുകുമാരൻ്റെ അടുത്തും പറഞ്ഞിട്ടല്ലാതെ വേറെ വെളിയിൽ ഒരു വ്യക്തിയുടെ അടുത്തും, എൻ്റെ അപ്പൻ്റെ അടുത്തോ എൻ്റെ അമ്മയുടെ അടുത്തോ എൻ്റെ സഹോദരങ്ങളുടെ അടുത്തോ എൻ്റെ ഭർത്താവിൻ്റെ ആരടുത്തും പറഞ്ഞില്ല. എൻ്റെ അപ്പനും അമ്മയും ഇവിടെയാണ്. ആ മാതാവിനെ പിന്നെ ഞാൻ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തും പോകും, അവിടെ അനുഗ്രഹം മേടിക്കും. എൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ അടുത്ത് പോകും, അനുഗ്രഹം മേടിക്കും. പരീക്ഷയാണ് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. അപ്പോൾ ജോലി 20-ാം തീയതി വൈകിട്ട് 7:30 മണിയായി മെയിൻ റിസൾട്ട് വന്നപ്പോൾ അതിൽ മോൻ്റെ പേരുണ്ട്. 22 അത് രാത്രിയാണ് വന്നത്. 21-ാം തീയതി രാവിലെ ഞങ്ങൾ ഇവന് മോനെ അവിടെ പോകണമായിരുന്നു, സെൻറ്ററിൽ പോകണമായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദിയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോഴും ഇപ്പം എൻ്റെ മോൻ ഇപ്പോൾ ജോലി കഴിഞ്ഞ് 1 വർഷമായി ജോലി കഴിഞ്ഞ് 1 വർഷമായി ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ്. അതും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ അവന് വലിയ പഠിത്തത്തിൽ വലിയ മിടുക്കനൊന്നുമല്ല. പക്ഷേ ദൈവം ഇപ്പോൾ അവന് ഹൈദരാബാദിലായിരുന്നു അവന് ഇത് കിട്ടിയത്, ട്രെയിൻ പീരീഡിൽ ഒരു ഇത് സെലക്ട് ചെയ്യും ഏതാണ് ട്രേഡ്. അപ്പോൾ ഇവന് പിന്നെ ഗണ്ണറാണ് ഇഷ്ടം. പക്ഷേ എല്ലാവരും പറഞ്ഞ് പൊക്കമുള്ളതുകൊണ്ട് അത് എടുക്കരുത്, അത് വലിയ റിസ്ക്കാണ്. അപ്പോൾ ഇവന് ഈ എന്താണ് ടി എ എക്സാം 450 പേര് TA എക്സാം എഴുതി. അതിൽ ഇവനും ഉണ്ട്. ഇവനെന്ന് വെച്ചാൽ ഒന്നും അറിയില്ല. അവൻ പറയാം എങ്ങനെ ജയിച്ചെന്ന് വെച്ചാൽ, അമ്മച്ചി ഞാൻ കറക്കി കുത്തിയതാണ്, എൻ്റെ മാതാവ് എൻ്റെ വിരൽ പിടിച്ച് ഉത്തരത്തിൽ കുത്തിയതാണ്. 12 പേരാണ് ജയിച്ചത്. 450 പേര് എക്സാം എഴുതിയതിൽ 12 പേരാണ് ജയിച്ചത്. അതൊന്നും എൻ്റെ മോനായിരുന്നു. അതിന് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് അതിശയം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ യാന്ത്രികം പോലെ നിൽക്കുന്ന ദൈവം പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യമായിരുന്നാലും പലർക്കും പട്ടാളത്തിൽ പോയി വളരെ ബുദ്ധിമുട്ട് സങ്കടങ്ങളൊക്കെ എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ മോൻ ചെല്ലുന്നിടത്തെല്ലാം ഭക്ഷണമായാലും ഫുഡായാലും സാറന്മാരായാലും അവനെ സ്നേഹിക്കുന്നവരേ ഉള്ളൂ. അതിൽ എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. ഞാൻ പിന്നെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറയും, അപ്പായേ അമ്മ ഞങ്ങൾക്ക് എന്നാണ് ഈ ആൾക്കാരെ കയറാനൊരു ഭാഗ്യം തരുന്നത്, ഞങ്ങൾക്കും കയറണം കേട്ടോ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഈ സാക്ഷ്യം കേൾക്കുമ്പം ഓരോരുത്തരും മുല്ലപ്പൂ സുഗന്ധം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, അപ്പായെ എനിക്ക് സുഗന്ധം ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചത് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണമെന്ന് വെച്ചാൽ ഒരു
സഹിക്കുന്ന അപ്പുറം മണം. ഞാൻ ദൈവമേ ഇതെന്തൊരു മണം എന്ന് മനസ്സിലിങ്ങനെ ചിന്തിച്ചിട്ട് വലിച്ചു കയറ്റുന്ന ആ മണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള പെർഫ്യൂം ഒന്നും വീട്ടിൽ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ പൗഡർ എങ്ങാണ് കേട്ടോ? ഇല്ല, ഞാൻ കുളിച്ചിട്ട് ഇങ്ങനെ വന്നേ ഇല്ലയുള്ളൂ. ഞാൻ ചോദിച്ചു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കുന്ന ഇല്ലടി എനിക്ക് കിട്ടുന്നില്ലല്ലേ എന്ന് പറഞ്ഞു. അവർ നല്ലോലം പിടിക്കാൻ പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ മേലോട്ടങ്ങ് പിടിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടി ഒരു 10-15 മിനിറ്റ് ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എൻ്റെ വീട്ടിലങ്ങ് പൂശി. അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എവിടെ പോയാലും ഞങ്ങളെ കൂടെയുണ്ട്. അത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. പിന്നെ എവിടെ പോയാലും മോന് ആ എണ്ണയായാലും ആ ഉപ്പ് ആയാലും ഞങ്ങൾ എവിടെ പോയാലും ആ ചുട്ടിയാണ് ഞങ്ങളെ രക്ഷ. അവൻ പറഞ്ഞു അമ്മ എനിക്ക് ചുട്ടി ഞാൻ എങ്ങ് കൊണ്ട് ഭദ്രമായിട്ട് ആ സർട്ടിഫിക്കറ്റിനകത്ത് വെച്ചിരിക്കുന്ന കാണണം, അതെവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ എൻ്റെ ജീവിതം പോയമ്മ, അതാണ് എൻ്റെ ശക്തിയും ബലമെന്നാണ് എൻ്റെ മോൻ പറയുന്നത്. ഞങ്ങളായാലും എവിടെ പോയാലും ആ ചുട്ടിയില്ലാതെ ഞങ്ങൾ എങ്ങും പോകത്തില്ല. ഏത് വണ്ടി അപകടങ്ങളൊക്കെ വരുമ്പം ദൈവമേ ഓരോ കുഞ്ഞുങ്ങളുടെ അപകടം കേൾക്കാൻ നമുക്ക് പേടിയാണ്. പക്ഷേ എവിടെ പോയാലും ഞാൻ ആ ചുട്ടി എൻ്റെ മോൻ ഇവിടെ വരുമ്പോൾ തച്ചാണ് കൊടുത്തു വിടുന്നത്, കൊണ്ട് കളയാതിരിക്കാൻ വേണ്ടി. ആ ദൈവം എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. എനിക്ക് ഇവിടെ എന്നെ ഈ ആൾക്കാരെ കയറ്റി നിർത്തിയ എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. എന്തെല്ലാം അത്ഭുതങ്ങൾ പറഞ്ഞാലും തീരത്തില്ല. സമയ ചുരുക്കം കൊണ്ട് കൂടുതലിത് പറയുന്നില്ല. പിന്നെ പിന്നെ ഭക്ഷണം എൻ്റെ മോന് സെലക്ഷൻ കിട്ടാൻ പോകുന്നതിന് മുമ്പ് വണ്ടി ഇരുന്നിട്ട് എൻ്റെ മോൻ പറഞ്ഞു അമ്മ എനിക്ക് ആർമിയിൽ അവർ സെലക്ട് ചെയ്യുമെങ്കിൽ അമ്മ 5 പൊതി കൊടുക്കുമോ അമ്മ പൊതിഞ്ഞത്? ഞാൻ പറഞ്ഞു കൊടുക്കാം അമ്മ, നമുക്ക് 10 പൊതി കൊടുക്കാം. അങ്ങനെ 10 പൊതി പൊതിഞ്ഞ് അവൻ്റെ ബർത്ത്ഡേ സമയത്ത് അവൻ പറഞ്ഞു അമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മ ഇത് ചെയ്യുമോ? ഞാൻ ചെന്താ മോനെ നിനക്ക് വേണ്ട, ഞാൻ വെച്ച് കേക്ക് മേടിക്കണമെന്ന് അത് മേടിക്കാം. ഇല്ല അമ്മ പാവപ്പെട്ടവർക്ക് 10 പൊതി പൊതിഞ്ഞ് അമ്മ കൊടുക്കണം. ഞാൻ പറഞ്ഞു 10 അല്ല 15 കൊടുക്കാം. അല്ല ഒന്നും വേണ്ട അമ്മ, ഒരു ഇതും വേണ്ട അമ്മ, ഇങ്ങനെ കാര്യങ്ങളാണ് അമ്മ ചെയ്യാനുള്ളത്. പിന്നെ അവനെ കൊണ്ടുവെക്കുന്നത് അവൻ ചെയ്യും, എന്നെ കൊണ്ടുവെക്കുന്നത് ഞാൻ ചെയ്യും. ഭക്ഷണങ്ങൾ പൊതിഞ്ഞ് ഞങ്ങൾ ഓരോ സ്ഥലത്തും അർഹതപ്പെട്ടവരെ കൈ എത്തിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ എത്തിക്കും. അനാഥാലയത്തിൽ ഫുഡ് എത്തിക്കും. ഫസ്റ്റ് ശമ്പളത്തിൽ 1 രൂപ പോലും അധികം അങ്ങോട്ടിട്ടാണ് ഞങ്ങൾ ഈ ഓരോ കാര്യങ്ങൾ ദൈവവേലയ്ക്കൊക്കെ അങ്ങ് ചെയ്തത്. 1 രൂപ പോലും ഞാൻ എടുത്തില്ല. അപ്പോൾ ദൈവം അവിടെ എല്ലാം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ ബൈബിള് വായിക്കുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ട് മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മോൻ വരുമ്പോൾ അവനും വന്ന് പ്രാർത്ഥിക്കും. 3 മണി സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഈ ജീവനോടെ നിൽക്കാൻ ദൈവം. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പ്രാർത്ഥന ഇല്ലാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് എല്ലാ മക്കളടുത്തും പറയുന്നത് പ്രാർത്ഥന. നമ്മൾ ഈ ഇതൊക്കെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടി നിന്നാണ് കേൾക്കുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷ്യം കേൾക്കും, ഓരോരുത്തരും സങ്കടം കേട്ടാൽ നമുക്കൊന്നുമില്ല. അപ്പം നമ്മൾ ദൈവത്തോടൊപ്പം കോടി നന്ദി പറയുക ചെയ്യുന്നത്. ഇനി എൻ്റെ മോൻ്റെ കൊടുക്കാം. എനിക്കൊന്നും പറയില്ല. മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. എൻ്റെ പേര് സംഗീത്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഉടമ്പടി പുതുക്കി 6/8/2024 ഉടമ്പടി എടുത്തത്. 2ാമത്തെ പുതുക്കിലാണ് എനിക്ക് ആർമിയിൽ ജോലി കിട്ടിയത്. ദൈവം എത്ര നടത്തി നന്ദി. വിശുദ്ധ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 2ാം ലേഖനം 2ാം അധ്യായം 4-7 തിരുവചനങ്ങൾ. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവധാനപൂർവ്വം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഈശോ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് തിമോത്തിയോസിനോട് സംസാരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടിയെടുത്ത മക്കൾക്കെല്ലാം ദൈവം വാരിക്കോരി അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കാം. കൃത്യമായും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ് സംഗീതത്തിന് ഈ ഇന്ത്യൻ ആർമിയിൽ ഒരു വലിയ വിജയം നൽകി അവിടെ ഒരു ജോലി നൽകാൻ ഈശോ കനിഞ്ഞിറങ്ങി അവരെ അനുഗ്രഹിച്ചതെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു ക്രിസ്ത്യാനിയെ ലജ്ജിപ്പിക്കുന്ന സാക്ഷ്യമാണിത്. ഒരു ക്രിസ്ത്യൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അവരെ വളരെ കളിയാക്കി വിട്ട ആ ഒരു അനുഭവത്തിൽ നിന്ന് ഈ അമ്മയുടെ ഒരു തീരുമാനമായിരുന്നു, എൻ്റെ ദൈവത്തിന് തലയിൽ തെങ്ങിന് മണ്ടയില്ലെങ്കിൽ മണ്ട വയ്ക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന് ഒരു അക്രൈസ്തവയായ മകൾക്ക് വളരെ ശക്തമായി ഏറ്റുപറയാൻ സാധിച്ചത് അവരുടെ വചനത്തിലൂടെയുള്ള ജീവിതവും അവരുടെ ഉടമ്പടിയിലുള്ള കൃത്യനിഷ്ഠയും അവർ ഉടമ്പടി എന്താണെന്ന് കൃത്യമായി ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് ജ്യോതി എന്ന അമ്മയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്താൻ സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ലൈറ്റ്ലി അവർക്കൊരു ഡിഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിമാർക്ക് വന്നു കഴിഞ്ഞാൽ അത് അസാധ്യമല്ല. പക്ഷേ ഈ മകനെ ദൈവം പിടിച്ചുള്ള ഓരോ ടെസ്റ്റിലൂടെ കടന്നു പോകുമ്പോഴും അവന് വളരെ കൃത്യമായി അവൻ്റെ കാലുകളുടെ ബലവും കാലുകളുടെ ആ വലുപ്പവുമെല്ലാം ആർച്ചായി കാണുന്ന എല്ലാ വലുപ്പവുമെല്ലാം കൃത്യമായി ആ എക്സാമിനേഴ്സിന് ദൈവം കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ അനുഭവം ഈ അമ്മ ഇവിടെ ഏറ്റുപറയുകയായിരുന്നു. ദൈവം ഈ മകനെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് പരിശുദ്ധ അമ്മ നൽകിയത് 450 പേർ എഴുതിയ TA എക്സാമിൽ 12 പേരാണ് ജയിച്ചത്. ആ മകൻ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: കറക്കി കുത്തിയാണ് ഞാൻ ആൻസർ എഴുതിയത്, എനിക്കത് പാസ്സാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല, ഇത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൻ കൊണ്ടുപോയ നേർച്ച വസ്തുക്കൾ എന്ന വലിയ ആയുധം കൊണ്ടാണ് എനിക്ക് ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം എനിക്കുണ്ടായത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം, സുഗന്ധാഭിഷേകത്തിലൂടെ ആ അമ്മയുടെ സാമീപ്യം അനുഭവിക്കാനുള്ളൊരു വലിയ സൗഭാഗ്യമുണ്ടായ കുടുംബത്തിന്, അതുപോലെ തന്നെ ആദ്യത്തെ ശമ്പളം ഇവർ ദൈവത്തിനാണ് അർഹതപ്പെട്ടവർക്ക് നൽകാമെന്നുള്ളൊരു വലിയ വാഗ്ദാനം അവർ നിറവേറ്റുകയുണ്ടായി. ഇനിയൊരിക്കലും സംഗീതത്തിന് ദൈവത്തെ മറക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ഏതൊരു ബലഹീനതയിലും ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുമെന്ന് സംഗീത തൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചു കഴിഞ്ഞു. അതുപോലെ ജ്യോതിക്കായാലും അമ്മയ്ക്കായാലും എവിടെയും ഏറ്റുപറയാനുള്ള മനോധൈര്യം ഇന്ന് ദൈവം നൽകിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ അസാധ്യമായ കാര്യങ്ങളെയും ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഒരുപാട് മക്കളാണ് ജോലിയില്ലാതെ വിഷമിക്കുന്നത്, ഒരുപാട് ടെസ്റ്റുകളിൽ എക്സാമുകളിലെല്ലാം തോറ്റുപോകുന്നത്. അവർക്കെല്ലാം വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ട് സംഗീതത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് ഒരു ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.